ഇപ്പോൾ ചില ഫേസ്ബുക്ക് സ്റ്റോറിയിലൊക്കെ ടെമ്പറേച്ചറും കൂടി ആഡ് ചെയ്തതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുപോലെ ഫേസ്ബുക്ക് സ്റ്റോറിയിൽ എങ്ങനെ ടെമ്പറേച്ചറും കൂടി നമുക്ക് ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ സ്റ്റോറി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗാലറിയിൽ നമ്മൾ എത്തുന്നതായിരിക്കും. നമുക്ക് ഗാലറിയിൽ നിന്ന് ഇഷ്ടമുള്ള ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്യാവുന്നതാണ്. ഒരു എക്സാമ്പിളിന് ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഇതിലോട്ട് നിങ്ങൾക്ക് ടെമ്പറേച്ചറും കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റിക്കേഴ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ ടെമ്പറേച്ചറിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെമ്പറേച്ചർ ഇവിടെ ആഡ് ആവുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി, നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഒന്നുകിൽ ബ്ലാക്ക്, വൈറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ട്രാൻസ്പെറൻറ്റ് കളർ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നീക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇത് നീക്കാവുന്നതാണ്. എവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് വലുതാക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് വിരൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് വലുതാക്കുകയും ചെയ്യാവുന്നതാണ്. വലുതാക്കിയതിന് ശേഷം എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. ഇപ്പം എൻ്റെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഈ ഒരു ടെമ്പറേച്ചറും കൂടി ആഡ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ ബട്ടൺ ഇവിടെ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോറി പോസ്റ്റ് ആവുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് ഫേസ്ബുക്ക് സ്റ്റോറിയിലോട്ട് ടെമ്പറേച്ചറും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.